ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വൈൻസിൻ്റെ സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത്. നോർമലി നമ്മൾ വൈൻസ് വരക്കുമ്പോൾ ആദ്യം ഒരു ലൈന് വരച്ചിട്ട് ഒന്ന് പ്രഷർ ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ കാണിക്കുന്നുണ്ട്. 3 ലൈൻസ് കൊടുക്കുന്നുണ്ട്. ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഡോട്ട് കൊടുത്തിട്ട് 2 സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് വൈന്. വൈന് ചെയ്യുമ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം തിക്കായിട്ടിരിക്കണം, സൈഡ് 2 സൈഡും തിന്നായിട്ടിരിക്കും വേണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വൈൻസ് എന്താണ് എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വൈൻസിൻ്റെ ഈസി സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്സിൽ നമ്മൾ ആരോൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. 2 സൈഡിലേക്ക് ഇതുപോലെ വരക്കുന്ന പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ലൈൻസിൻ്റെ സെൻറ്ററിലായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോരോ ലൈൻസിൻ്റെ സെൻറ്ററിൽ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് താഴേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്, മേലേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ട് ഈ ലൈൻസിൻ്റെ ഡോട്ടിൻ്റെ ഒക്കെ വലുപ്പം കുറക്കും കൂട്ടും ഒക്കെ ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. നമ്മൾ 3 ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്ന രീതിയിലാണ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഡോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് താഴേക്ക് വലിച്ചു കൊടുക്കുക, മേലേക്ക് വലിച്ചു കൊടുക്കുക. ഇതാ വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റിൽ മനസ്സിലാവും. തേർഡ് സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് നമ്മൾ ഒരു പ്രഷർ കൊടുത്തിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് താഴേക്ക് വലിച്ചു കൊടുക്കുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ മേലേക്ക് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ്. കാണുമ്പോൾ എല്ലാ സ്റ്റെപ്സും ഒരുപോലെ തോന്നും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതാണ് തോന്നുന്നത് അതെടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. പിന്നെ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. 4ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ആരോയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കോണ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ടില്ലാത്ത രീതിയിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ താഴേക്ക് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിന്നായിട്ടുള്ളൊരു ലൈൻ കിട്ടും. എന്നിട്ട് ആ സെൻറ്ററിലെ റൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഡോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ താഴേക്കും മേലേക്കും വലിച്ചിട്ട് സെറ്റാക്കി ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് സെയിം ചെയ്ത പോലെ തന്നെ വേറൊരു ടൈപ്പാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും കുറച്ചും കൂടി ചിലർക്ക് സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് സെൻറ്ററിൽ നിന്ന് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ്. സെൻട്രലായിട്ട് ഒരു ലൈന് കൊടുത്തിട്ട് നമ്മൾ ഡോട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും 2 ലൈന് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലും ഡോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ 3 സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴേക്കും മേലേക്കും ഒന്ന് ലൈൻസ് ഇങ്ങനെ ചെറുതായിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഉൾഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടി കാണിക്കുന്നുണ്ട്. നമ്മളൊരു ലീഫിൻ്റെ ഷേപ്പാണ് കൊടുക്കുന്നത്. നമ്മൾ ബ്രാക്കറ്റ് ഇടുന്ന പോലെ 2 സൈഡിലേക്കും വരച്ചു കൊടുക്കുന്നുണ്ട്. ബ്രാക്കറ്റ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ലീഫിൻ്റെ ഷേപ്പ് വരും. ഇത് നമ്മൾ 2 സൈഡിലും സെൻറ്ററിലും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.